എല്ലാവർക്കും നമസ്കാരം. പുതിയ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023 CSEB നടത്തിയ എക്സാമിനേഷൻ്റെ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 1. The account which records a trader's dealing with other companies or firms. The account which records a trader's dealing with other companies or firms. Option A, personal account. Option B, nominal account. Option C, fictitious account. And option D, real account. അതായത് അക്കൗണ്ടുകളെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്, രണ്ട് റിയൽ അക്കൗണ്ട്, മൂന്ന് നോമിനൽ അക്കൗണ്ട്. അതിൽ ഫസ്റ്റ് വൺ പേഴ്സണൽ അക്കൗണ്ട്. എന്താണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു പേഴ്സൺസ് ഓർ കമ്പനീസ് ഓർ ഫേംസ്, അതാണ് പേഴ്സണൽ അക്കൗണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽസാണ് അല്ലേ? അപ്പൊ നമ്മുടെ അക്കൗണ്ട് എന്ന് പറയുന്ന ഏത് അക്കൗണ്ടാ? പേഴ്സണൽ അക്കൗണ്ടാണ്. ഇപ്പോൾ എക്സിന്റെ അക്കൗണ്ട്, വൈഡ് അക്കൗണ്ട്, അല്ലെങ്കിൽ റാം അക്കൗണ്ട്, അതുപോലെ കമ്പനികളുടെ ഇപ്പൊ ജിയോ ലിമിറ്റഡ്, അതുപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇതെല്ലാം ഏത് അക്കൗണ്ടാണ്? പേഴ്സണൽ അക്കൗണ്ടാണ്. ഓക്കെ. ഇനി രണ്ടാമത്തത് റിയൽ അക്കൗണ്ട്. എന്താണ് റിയൽ അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ ദീസ് ആർ ദി അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ഓർ പ്രോപ്പർട്ടീസ്. ദീസ് ആർ ദി അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ഓർ പ്രോപ്പർട്ടീസ്. ആൻഡ് അസറ്റ് മേ ബി ഫിക്സഡ് അസറ്റ് ഓർ കറണ്ട് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ് എക്സെട്ര. അപ്പൊ അസറ്റുകളുടെ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിന്റെ അക്കൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാഷ് അക്കൗണ്ട്, മെഷീനറി അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, ഗുഡ്വിൽ അക്കൗണ്ട്, ഇതൊക്കെ ഏത് അക്കൗണ്ടാണ്? റിയൽ അക്കൗണ്ടാണ്. ഓക്കെ. ഇനി മൂന്നാമത്തത് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി അക്കൗണ്ട് ഓഫ് എക്സ്പെൻസസ്, ലോസസ്, ഇൻകം ആൻഡ് ഗെയിൻ. These are the account of expenses, losses, income and gain. Okay. For example, ഇപ്പോൾ റെന്റ് അക്കൗണ്ട്, വേജസ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, ഇതൊക്കെ ഏത് അക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ടാണ്. ഓക്കെ. ഇനി നോമിനൽ അക്കൗണ്ടിനെ വിളിക്കുന്ന വേറൊരു പേര് ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് എന്ന് പറയും. ഓക്കെ. അപ്പൊ നോമിനൽ അക്കൗണ്ടിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്. ഓക്കെ. ഇനി നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ നോക്കുക. ദ അക്കൗണ്ട് വിച്ച് റെക്കോർഡ്സ് എ ട്രേഡേഴ്സ് ഡീലിംഗ് വിത്ത് അതർ കമ്പനീസ് ഓർ ഫേംസ്, അല്ലെ? അതർ കമ്പനീസ് ഓർ ഫേംസ്. അപ്പൊ ഏതാണ്? കമ്പനികളുടെ അല്ലെങ്കിൽ ഫേമിന്റെ ഒക്കെ അക്കൗണ്ടിന് ഏതാ പറയണേ? പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? പേഴ്സണൽ അക്കൗണ്ട് ഈസ് ദി ആൻസർ. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. റെന്റ് അക്കൗണ്ട് കംസ് അണ്ടർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ റെന്റ് അക്കൗണ്ട് ഇതിൽ ഏതിൽ വരുന്നു എന്നാണ്. ഓപ്ഷൻ എ റിയൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി പേഴ്സണൽ അക്കൗണ്ട്, ഓപ്ഷൻ സി നോമിനൽ അക്കൗണ്ട് ആൻഡ് ഓപ്ഷൻ ഡി ക്യാഷ് അക്കൗണ്ട്. ഞാൻ കുറച്ചു മുമ്പ് തന്നെ ഇതെല്ലാം കൃത്യമായി നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അല്ലേ? അപ്പൊ റെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതിൽ ഏത് അക്കൗണ്ടിന്റെ താഴെ വരുന്നത്, അല്ലെങ്കിൽ ഏത് അക്കൗണ്ടാണിത്? ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഓക്കെ. അപ്പൊ എന്താണ് നോമിനൽ അക്കൗണ്ട്? ഇറ്റ്സ് ആൻ അക്കൗണ്ട് ഓഫ് എക്സ്പെൻസസ്, ലോസസ്, ഇൻകം ആൻഡ് ഗെയിൻ. വേജസ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, റെന്റ് അക്കൗണ്ട്, ഇതെല്ലാം ഏത് അക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ട് ആണ്. ഇനി അവിടെ പ്രധാനമായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോമിനൽ അക്കൗണ്ട് ഈസ് ഓൾസോ നോൺ ആസ് ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ശരിക്കും അക്കൗണ്ടിങ് അല്ല, ഇത് ബാങ്കിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്നതാണ്. എന്നാലും നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം.
A check drawn by one bank on another and payable on demand. A check drawn by one bank on another and payable on demand. Option A, crossed check. Option B, banker's draft. Option C, overdraft. And option D, promissory note. അപ്പോൾ എന്താണ് എ ചെക്ക് ഡ്രോൺ ബൈ വൺ ബാങ്ക് ഓൺ അനദർ ബാങ്ക് അല്ലെ ആൻഡ് പേയബിൾ ഓൺ ഡിമാൻഡ് അതിനെന്ത് പറയും ബാങ്കേഴ്സ് ഡ്രാഫ്റ്റ് എന്ന് പറയും ഓക്കെ ബാങ്കേഴ്സ് ഡ്രാഫ്റ്റ് ഇപ്പോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡി ഡി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ മണി ഓർഡർ അതൊക്കെ ഏതാണ് ബാങ്കേഴ്സ് ഡ്രാഫ്റ്റ് ആണ് ഇനി അതിന്റെ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ ക്രോസ്ഡ് ചെക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ ഒരു ചെക്കിന്റെ സൈഡിലായിട്ട് രണ്ട് പാരലൽ ലൈൻ ക്രോസിംഗ് എന്ന് പറയും അല്ലെ അവിടെ എന്തെഴുതും ആൻഡ് കമ്പനി അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ട് പേയി ഒള്ളി അപ്പോ ഈ ചെക്ക് നമുക്ക് എങ്ങനെ മാത്രമേ മാറാൻ പറ്റുള്ളൂ അക്കൗണ്ടിലൂടെ മാത്രമേ മാറാൻ പറ്റുള്ളൂ അതാണ് എന്ത് ക്രോസ്ഡ് ചെക്ക് ഇനി ഓപ്ഷൻ സി നോക്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഓഡി എന്താണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം വിഡ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ വേറൊരു പാർട്ടിക്ക് ചെക്ക് കൊടുക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം അതാണ് ഓഡി അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ഇനി ഓപ്ഷൻ ഡി എന്താണ് പ്രോമിസറി നോട്ട് എന്താണ് പ്രോമിസറി നോട്ട് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ പ്രോമിസ് ഒരു പ്രോമിസ് ആണ് അല്ലെങ്കിൽ ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആണ് അതായത് ഒരു സ്പെസിഫൈഡ് പേഴ്സൺ സ്പെസിഫൈഡ് ഡേറ്റിൽ ഒരു സ്പെസിഫൈഡ് എമൗണ്ട് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എ ചെക്ക് ഡ്രോൺ ബൈ വൺ ബാങ്ക് ഓർ അനദർ ബാങ്ക് ആൻഡ് പേയബിൾ ഓൺ ഡിമാൻഡ് അതിനെന്ത് പറയും ബാങ്കേഴ്സ് ഡ്രാഫ്റ്റ് എന്ന് പറയും ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അതും ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഡോക്യുമെന്റ്സ് റെപ്രസെന്റിംഗ് മണി ഓർ മണീസ് വർത്ത് ദ ടൈറ്റിൽ ടു വിച്ച് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ബൈ എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി ഓൺലി ഓക്കെ അതിനെന്താ വിളിക്കുന്നത് നോക്കിയാൽ ദ ഡോക്യുമെന്റ് റെപ്രസെന്റിംഗ് മണീസ് ഓർ മണീസ് വർത്ത് the title to which can be transferred from one person to another എങ്ങനെ by endorsement or delivery only option A negotiable instrument option B qualified acceptance option C general acceptance and option D restrictive endorsement ഏതാണ് അതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാം എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് ഇതിന്റെ ആൻസർ അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ട് ചെക്ക് ഇതൊക്കെ എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ the allowances provided for prompt payment of bill the allowances provided for prompt payment of bill option A cash discount option B quantity discount option C rebate and option D trade discount appo noki the allowances provide for prompt payment of bill കറക്റ്റ് സമയത്ത് ബില്ല് പേ ചെയ്താൽ കൊടുക്കുന്ന അലവൻസ് അപ്പൊ അലവൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ് ഡിസ്കൗണ്ട് ആണ് അതായത് ഡിസ്കൗണ്ടിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ട് എന്നും രണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് എന്നും അതിൽ ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് എന്ത് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ അതായത് ലിസ്റ്റ് പ്രൈസിൽ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിൽ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് ഏത് ഡിസ്കൗണ്ട് ട്രേഡ് ഡിസ്കൗണ്ട് അത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യില്ല ഓക്കെ ഇനി രണ്ടാമത്തെ ഡിസ്കൗണ്ട് ആണ് ക്യാഷ് ഡിസ്കൗണ്ട്
അപ്പോൾ എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് ചോദിച്ചാൽ എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട്? ഒരു ക്രെഡിറ്റർ ഡെറ്റർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു ക്രെഡിറ്റർ ഡെറ്റർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ്. ആൻഡ് ഫോർ എൻകറേജിങ് ദ പ്രോംപ്റ്റ് പേയ്മെന്റ് ഓഫ് ബിൽ. പ്രോംപ്റ്റ് പേയ്മെന്റ് ഓഫ് ബിൽ എൻകറേജ് ചെയ്യാണ് അവിടെ. അതായത് ഇപ്പോ എക്സ് എന്ന് പറയുന്ന ഒരാള് വൈ എന്ന് പറയുന്ന ആളുടെ ബിസിനസ് സ്ഥാപനത്തിൽ പോയിട്ട് ഒരു 3 lakh rupeesന് എന്തെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക, ക്രെഡിറ്റിന്, കടത്തിന്. എന്നിട്ട് പറഞ്ഞു ആഫ്റ്റർ 3 months 3 മാസത്തിന് ശേഷം ഞാൻ ഈ പൈസ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ ഇയാൾ ഈ പൈസ കൊടുത്തു എന്ന് വിചാരിക്കുക. എക്സ് വൈക്ക് പൈസ കൊടുത്തു. അപ്പോൾ വൈ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യും? ഇതിനൊരു ചെറിയൊരു എമൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കും. ആ ഡിസ്കൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത, ഇത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നോക്കി, പ്രോംപ്റ്റ് പേയ്മെന്റ് ഓഫ് ബിൽ, അതിന് പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്കൗണ്ടിനെ അല്ലെങ്കിൽ അതിന് പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസിനെ അപ്പൊ എന്താ പറയുക? എന്ത് പറയും? ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് ദി ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ഓർഡർ ടു സീ whether all the entries are correctly transferred from original record into ledger, dash is prepared. Option A, journal proper. Option B, balance sheet. Option C, trading account. And option D, trial balance. അപ്പോൾ നോക്കിയേ, എന്താണ് ക്വസ്റ്റ്യൻ? In order to see whether all the entries are correctly transferred from original records to the ledger. എന്താണ് ഒറിജിനൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? ജേണലാണ്. അപ്പൊ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്കൊക്കെ എല്ലാ എൻട്രിയും കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രയൽ ബാലൻസ്. അപ്പൊ എന്താണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്? അരിത്തമെറ്റിക്കൽ ആക്യുറസി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യരാണ് ഇത് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ മിസ്റ്റേക്കുകൾ സംഭവിക്കാം, അല്ലെ? അപ്പൊ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട്, അപ്പൊ അരിത്തമെറ്റിക്കൽ ആക്യുറസി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വരയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ട്രയൽ ബാലൻസ് ടാലി ആവില്ല. ട്രയൽ ബാലൻസിൽ 2 എമൗണ്ട് കോളം ഉണ്ട്. എന്താണ്? ടോട്ടൽ ഡെബിറ്റും ഉണ്ട്, ടോട്ടൽ ക്രെഡിറ്റും ഉണ്ട്. ഇതിൽ ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും എന്താവണം? ഈക്വൽ ആവണം എന്നാണ്. ഈക്വൽ അല്ല എങ്കിൽ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നാണ്. ഓക്കെ, അപ്പോൾ ട്രയൽ ബാലൻസ് ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി ഓപ്ഷൻ എ എന്താണെന്ന് നോക്കുക. ജേണൽ പ്രോപ്പർ. CSE എക്സാമിന് മിക്കവാറും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ജേണൽ പ്രോപ്പർ ആണ്. അപ്പൊ എന്താണ് ഈ ജേണൽ പ്രോപ്പർ എന്ന് ചോദിച്ചാൽ, ജേണലിനെ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് സ്പെഷ്യൽ ജേണൽ എന്നും 2 ജനറൽ ജേണൽ എന്നും. ഇതില് ജനറൽ ജേണലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ഇനി സ്പെഷ്യൽ ജേണൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ക്യാഷ് അക്കൗണ്ട്, അതുപോലെ സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, ഇതൊക്കെയാണ് സ്പെഷ്യൽ ജേണൽ. ഇനി രണ്ടാമത്തെ ജനറൽ ജേണൽ, അതാണ് ജേണൽ പ്രോപ്പർ. അതായത് മിസലേനിയസ് ട്രാൻസാക്ഷൻ ദാറ്റ് കനോട്ട് ബി റെക്കോർഡഡ് ഇൻ സ്പെഷ്യൽ ജേണൽ ആർ റെക്കോർഡഡ് ഇൻ ജേണൽ പ്രോപ്പർ. സ്പെഷ്യൽ ജേണലിൽ വരാത്ത എല്ലാ കാര്യങ്ങളും എവിടെ വരും? ജേണൽ പ്രോപ്പറിൽ വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓൺ ക്രെഡിറ്റ്. അതുപോലെ എല്ലാ എൻട്രീസും, ഓപ്പണിംഗ് എൻട്രി, ക്ലോസിംഗ് എൻട്രി, adjusting entry, rectifying entry, and these all entries are passed through journal proper. Okay, ഇനി അടുത്ത നോക്കൂ, ബാലൻസ് ഷീറ്റ്. എന്താണ് ബാലൻസ് ഷീറ്റ്?
ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റിന് രണ്ട് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡിനെ എന്തെന്ന് പറയും? അസറ്റ് സൈഡ് എന്ന് പറയും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ ലയബിലിറ്റി സൈഡ് എന്ന് പറയും. അസറ്റ് സൈഡിലാണ് അസറ്റുകളെല്ലാം എഴുതുന്നത്. ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റീസും പിന്നെ എന്ത് എഴുതും? ക്യാപിറ്റലും എഴുതും. ഓക്കെ, ഇനി ഓപ്ഷൻ സി എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട്. എന്താ ട്രേഡിംഗ് അക്കൗണ്ട്? റിസൾട്ട്സ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് എന്നാണ്. ഇറ്റ് റിസൾട്ട്സ് ദി ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് എന്തൊക്കെയാ വരുന്നത്? ഇതിന് ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ പർച്ചേസസ്, പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക, പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ഇതിന്റെ ഡെബിറ്റ് സൈഡിൽ വരും. ഇനി ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക്, പിന്നെ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യണം. എന്നിട്ട് അത് ബാലൻസ് ചെയ്ത് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ്, ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ഗ്രോസ് ലോസ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് റിസൾട്ട്സ് ദി ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നോക്കി, ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരുന്നു? ഓൾ ദ എൻട്രീസ് ആർ കറക്റ്റ്ലി ട്രാൻസ്ഫേർഡ് ഫ്രം ഒറിജിനൽ റെക്കോർഡ്സ് ടു ദ ലെഡ്ജർ. എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടേ? ട്രയൽ ബാലൻസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ട്രയൽ ബാലൻസ്? അരിത്തമെറ്റിക്കൽ ആക്യുറസി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ അക്കൗണ്ട്സ് വിച്ച് റിസൾട്ട്സ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. ദ അക്കൗണ്ട്സ് വിച്ച് റിസൾട്ട്സ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. ഓപ്ഷൻ എ ഗുഡ്സ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ട്രേഡിംഗ് അക്കൗണ്ട്, ഓപ്ഷൻ സി ക്യാഷ് അക്കൗണ്ട് ആൻഡ് ഓപ്ഷൻ ഡി സെയിൽസ് അക്കൗണ്ട്. ഇതിന്റെ ആൻസർ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു അല്ലേ? എന്താണ്? ദ റിസൾട്ട്സ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. ഏത് അക്കൗണ്ടാണ്? ട്രേഡിംഗ് അക്കൗണ്ട്. സോ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ദി ആൻസർ. അപ്പൊ എന്തിനാ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ഇറ്റ് റിസൾട്ട്സ് ദി ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബൈയിങ് ആൻഡ് സെല്ലിംഗ് അല്ലേ? അത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡെബിറ്റ് ബാലൻസ് ഇൻ പി ആൻഡ് എൽ അക്കൗണ്ട് റെപ്രസെന്റ്സ്. ഡെബിറ്റ് ബാലൻസ് ഇൻ പി ആൻഡ് എൽ അക്കൗണ്ട് റെപ്രസെന്റ്സ്. പി ആൻഡ് എൽ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്ന്, ഓപ്ഷൻ എ നെറ്റ് ലോസ്, ഓപ്ഷൻ ബി നെറ്റ് പ്രോഫിറ്റ്, ഓപ്ഷൻ സി ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പൊ നോക്കിയേ, എന്താണ് ഡെബിറ്റ് ബാലൻസ്? ഒരു അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡെബിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം പി ആൻഡ് എൽ അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻസസ് ആണ്, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആണ് അല്ലേ? ഇനി ഡെബിറ്റ് സൈഡിലാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്, ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ നെറ്റ് ലോസ്. ഇതിന്റെ ബാലൻസിംഗ് ഫിഗർ ഡെബിറ്റ് സൈഡിലാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്, ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ നെറ്റ് ലോസ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഏത് സൈഡ് കൂടുതലായിരിക്കും? ഡെബിറ്റ് സൈഡ് കൂടുതലായിരിക്കും. എവിടെയായിരിക്കും കുറവ്? ക്രെഡിറ്റ് സൈഡ് കുറവായിരിക്കും അല്ലെ? അപ്പൊ എവിടെയാണോ കുറവുള്ളത് അവിടെയല്ലേ നമ്മൾ ബാലൻസ് ഫിഗർ എഴുതുന്നേ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് കുറവെങ്കിൽ അതിനെ എന്താ പറയുക? നെറ്റ് ലോസ് അല്ലെ? അപ്പൊ ഇതിന്റെ അർത്ഥം, ഇപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഡെബിറ്റ് ബാലൻസ് ഇൻ പി ആൻഡ് അക്കൗണ്ട്. പി ആൻഡ് അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്താണ്? നെറ്റ് ലോസ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. All balances relating to expenses or gain will go to. All balances relating to expenses or gain will go to balance sheet, trading account, option C P and L account, option D capital account. ഇതിന്റെ ആൻസർ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു. എക്സ്പെൻസും ഗെയിനും ഏത് അക്കൗണ്ട് ആണ്? പി ആൻഡ് എൽ അക്കൗണ്ട് അല്ലെ? പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്താണ്? എക്സ്പെൻസസും ക്രെഡിറ്റ് സൈഡിൽ ഗെയിനും. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? പി ആൻഡ് എൽ അക്കൗണ്ട്. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റ് എന്താണെന്നും ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്നും ഞാൻ നേരത്തെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ. എ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ two or more persons confined to a business. A partnership between two or more persons confined to a business. Option A, merger. Option B, acquisition. Option C, collaboration. And option D, joint venture. അപ്പോൾ നോക്കിയേ, എ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ് കൺഫൈൻഡ് ടു എ ബിസിനസ്. അതിനെന്താ പറയുക? എന്താണ് ആൻസർ? ജോയിന്റ് വെഞ്ചർ ഇസ് ദി ആൻസർ. ഓക്കെ, ഇനി അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയ മെർജർ. മെർജർ എന്ന് വെച്ചാൽ ലയനം എന്നാണ്, ലയിക്കുക. ഓക്കെ, രണ്ട് കമ്പനികൾ ലയിക്കുകയാണ്. അവിടെ ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുന്നുണ്ട്. ഇനി അക്വിസിഷൻ. അക്വിസിഷൻ ഏറ്റെടുക്കുക. ഒരു കമ്പനി വേറൊരു കമ്പനി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അവിടെ പുതിയ കമ്പനിയൊന്നും ഫോം ചെയ്യുന്നില്ല. ഓക്കെ, ഒരു കമ്പനി വേറൊരു കമ്പനി ഏറ്റെടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു കമ്പനി ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഓപ്ഷൻ സി, കൊളാബറേഷൻ. കൊളാബറേഷൻ എന്ന് വെച്ചാൽ രണ്ട് കമ്പനികൾ അവർ സഹകരണത്തോടു കൂടി അല്ല സഹകരിച്ച് മുന്നോട്ട് പോവുക. അവിടെ പുതിയ കമ്പനി ഫോം ചെയ്യുന്നൊന്നുമില്ല, രണ്ട് കമ്പനി അവിടെ ഉണ്ടാവും. ഓക്കെ, അതാണ് ഏത് കമ്പനി? അതാണ് എന്തെന്ന് പറയുന്നത്? കൊളാബറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ് കൺഫൈൻഡ് ടു എ ബിസിനസ്, അതിനെന്ത് പറയും? ജോയിന്റ് വെഞ്ചർ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് കൺസേൺ വിത്ത് ഡിഫറെന്റ് പീരീഡ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് കൺസേൺ വിത്ത് ഡിഫറെന്റ് പീരീഡ്. ഡിഫറെന്റ് പീരീഡ്സിലെ ഫിനാൻഷ്യൽ അനാലിസിസ് അതിനെന്ത് പറയും? ഓപ്ഷൻ എ, വെർട്ടിക്കൽ അനാലിസിസ്. ഓപ്ഷൻ ബി, ഹൊറിസോണ്ടൽ അനാലിസിസ്. ഓപ്ഷൻ സി, ഇന്റേണൽ അനാലിസിസ്. ആൻഡ് ഓപ്ഷൻ ഡി, എക്സ്റ്റേണൽ അനാലിസിസ്. അപ്പോൾ എന്താണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയും? അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയണം. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റും രണ്ട് പൊസിഷൻ സ്റ്റേറ്റ്മെന്റും. ഇതിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ടും P&L അക്കൗണ്ടുമാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇനി പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ബാലൻസ് ഷീറ്റ്. ഇതാണ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. ഇനി ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ അനാലിസിസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. സോ അനാലിസിസ് ആൻഡ് interpretation of financial statement is known as financial analysis. Okay, ഇനി ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ഏതൊക്കെ രീതിയിലാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്? ഓൺ ദ ബേസ് ഓഫ് മോഡസ് ഓപ്പറൻഡി. മോഡസ് ഓപ്പറൻഡി എന്ന് വെച്ചാൽ എന്താ? മെത്തേഡ്സ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. അതിന്റെ ബേസിൽ ഫിനാൻഷ്യൽ അനാലിസിസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഹൊറിസോണ്ടൽ അനാലിസിസ് എന്നും രണ്ട് വെർട്ടിക്കൽ അനാലിസിസ് എന്നും. ഇതിൽ ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പീരീഡിലെ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ അതിലൊന്നോ പീരീഡിലെ ഡേറ്റ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യുന്നതാണ് എന്ത്? ഹൊറിസോണ്ടൽ അനാലിസിസ്. ഇപ്പൊ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലെ? അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഡിഫറെന്റ് പീരീഡിലെ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ അനാലിസിസ് ആണ്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് വെർട്ടിക്കൽ അനാലിസിസ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ താഴത്തേക്കാ അല്ലെ? അപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇയറിലെ തന്നെ പല ഡേറ്റ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, റേഷ്യോ അനാലിസിസ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്. മെറ്റീരിയൽ യൂസ്ഡ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഇന്റേണൽ അനാലിസിസ് എന്നും രണ്ട് എക്സ്റ്റേണൽ അനാലിസിസ് എന്നും. അതിൽ ഇന്റേണൽ അനാലിസിസ് എന്താണെന്ന് ചോദിച്ചാൽ ദീസ് അനാലിസിസ് ഡൺ ബൈ ഇന്റേണൽ യൂസേഴ്സ്. ആരൊക്കെയാണ്? എംപ്ലോയീസ്, എക്സിക്യൂട്ടീവ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇനി എക്സ്റ്റേണൽ അനാലിസിസ് ഡൺ ബൈ എക്സ്റ്റേണൽ യൂസേഴ്സ്, ഗവൺമെന്റ് അല്ലെ, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇതൊക്കെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് കൺസേൺ വിത്ത് ഡിഫറെന്റ് പീരീഡ്. ഡിഫറെന്റ് പീരീഡിലെ എന്താ പറയുന്നത്?
horizontal analysis the answer. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question. Accounting that provides information to management for decision making. Option A, financial accounting. Option B, cost accounting. Option C, management accounting. And option D, inflation accounting. Okay. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു മാനേജ്മെന്റ്. അപ്പോൾ എല്ലാ ഫോംസ് ഓഫ് അക്കൗണ്ടിങ്, മാനേജ്മെന്റിനെ സഹായിക്കുന്ന എല്ലാ ഫോം ഓഫ് അക്കൗണ്ടിങ്ങിനെയും നമുക്ക് എന്തെന്ന് പറയാം? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. നല്ല നല്ല ഡിസിഷൻസ് എടുക്കുന്നതിന്, നല്ല നല്ല പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതിന് മാനേജ്മെന്റിനെ സഹായിക്കുന്ന എല്ലാ ഫോം ഓഫ് അക്കൗണ്ടിങ്ങിനെയും നമുക്ക് എന്തെന്ന് പറയാം? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇനി നമ്മൾ സാധാരണ പറയുന്ന അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇനി ഓപ്ഷൻ ബി, കോസ്റ്റ് അക്കൗണ്ടിങ്. അതെന്താണ്? കോസ്റ്റിന് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടുള്ള അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കോസ്റ്റ് പ്രസന്റേഷൻ, കോസ്റ്റ് എസ്റ്റിമേഷൻ, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കൺട്രോള്, ഇതൊക്കെ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ. ഇനി ഓപ്ഷൻ ഡി, ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്. ഇൻഫ്ലേഷൻ അതായത് അക്കൗണ്ടിങ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസ്, അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസ്. ഓക്കെ. അപ്പോൾ ഓൾ ഫോംസ് ഓഫ് അക്കൗണ്ടിങ്, എല്ലാ ഫോം ഓഫ് അക്കൗണ്ടിങ്ങും, മാനേജ്മെന്റിനെ സഹായിക്കുന്ന എല്ലാ ഫോം ഓഫ് അക്കൗണ്ടിങ്ങും, നല്ല നല്ല ഡിസിഷൻസ് എടുക്കുന്നതിന് അല്ലെങ്കിൽ നല്ല പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതിന് മാനേജ്മെന്റിനെ സഹായിക്കുന്ന എല്ലാ ഫോം ഓഫ് അക്കൗണ്ടിങ്ങിനെയും നമുക്ക് എന്തെന്ന് പറയാം? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഏതിന് താഴെയാണ് വരുന്നതെന്നാണ് നോക്കാം. ഓപ്ഷൻ എ, ടേൺ ഓവർ റേഷ്യോ. ഓപ്ഷൻ ബി, ലിക്വിഡിറ്റി റേഷ്യോ. ഓപ്ഷൻ സി, കവറേജ് റേഷ്യോ. ആൻഡ് ഓപ്ഷൻ ഡി, ലിവറേജ് റേഷ്യോ. അപ്പൊ നോക്കി, ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ്, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. റേഷ്യോസിനെ മെയിൻ ആയിട്ട് 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ലിക്വിഡിറ്റി റേഷ്യോ. 2, ആക്ടിവിറ്റി റേഷ്യോ അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോ. 3, സോൾവൻസി റേഷ്യോ അല്ലെങ്കിൽ ലിവറേജ് റേഷ്യോ. 4, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഇങ്ങനെ റേഷ്യോസിന് 4 മെയിൻ ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഇനി അതിൽ ഫസ്റ്റ് വൺ, ലിക്വിഡിറ്റി റേഷ്യോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി റേഷ്യോസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1, കറണ്ട് റേഷ്യോ. 2, ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ഇതെല്ലാം സെയിം ആണ്. 3ാമത്തത് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആക്ടിവിറ്റി റേഷ്യോ അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. 2, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. 3, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ. 4, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഓക്കെ. ഇനി 3ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ലിവറേജ് റേഷ്യോ അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ. ലോങ് ടേം സോൾവൻസി, അതിനുവേണ്ടി അത് അനലൈസ് ചെയ്യുന്നതാണ് ലിവറേജ് റേഷ്യോസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിവറേജ് റേഷ്യോസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, പിന്നെ പ്രൊപ്രൈറ്ററി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടു നെറ്റ്വർത്ത് റേഷ്യോ. ഇതൊക്കെ എന്താണ്? ലിവറേജ് റേഷ്യോയുടെ താഴെ വരുന്നതാണ്. ഇനി 4ാമത്തെ ക്ലാസിഫിക്കേഷൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. പ്രധാനപ്പെട്ട പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. അപ്പൊ നോക്കിയേ, ഇതില് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഞാൻ ഏത് ക്ലാസിഫിക്കേഷനിലാണ് പറഞ്ഞേ?
ലിവറേജ് റേഷ്യോയിലാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഏതാണ്? ലിവറേജ് റേഷ്യോ ആണ്, അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ ആണ്. ലോങ് ടേം സോൾവൻസി അനലൈസ് ചെയ്യുന്നതിനാണ് ലിവറേജ് റേഷ്യോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ലെക്ചർ നോട്ട്, ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ് കേട്ടിട്ട് ഈ റേഷ്യോസിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ ഇതേപോലെ ലെക്ചർ നോട്ട് എഴുതിയെടുക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ നല്ല ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റോഴ്സ് ലെഡ്ജർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ. സ്റ്റോഴ്സ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഒന്ന് സ്റ്റോർ കീപ്പർ, ഓപ്ഷൻ ബി കോസ്റ്റ് ക്ലർക്ക്, ഓപ്ഷൻ സി പ്രൊഡക്ഷൻ മാനേജർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അതായത് പ്രധാനപ്പെട്ട സ്റ്റോഴ്സ് റെക്കോർഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ബിൻ കാർഡും രണ്ട് സ്റ്റോഴ്സ് ലെഡ്ജറും. അതിൽ ഒന്ന് ബിൻ കാർഡ്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ബിൻ കാർഡ് എന്ന് നോക്കാം. ഈ ബിൻ കാർഡ് നോക്കുന്നതിന് മുമ്പ് എന്താണ് ബിൻ എന്നറിയണം. BIN. ബിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ മെറ്റീരിയൽസ് ആർ കെപ്റ്റ് ഇൻ. മെറ്റീരിയൽ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ബിൻ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി എ റാക്ക് ഓർ എ കണ്ടെയ്നർ ഓർ അൽമാര, എന്ത് വേണമെങ്കിലും ആവാം. ഇനി ബിൻ കാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കാർഡ് വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ബിൻ ഷോയിങ് ദ ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂഡ്, റിസീവ്ഡ് ആൻഡ് ദി ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ ബിൻ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ കാർഡ് വിച്ച് ഈസ് അറ്റാച്ച് ടു ബിൻ. ബിന്നിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് വെക്കുന്ന ഒരു കാർഡാണ്. ഇതിനകത്ത് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ്. ഓർത്തിരിക്കുക, ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര മെറ്റീരിയൽ അവിടെ വന്നു, എത്ര മെറ്റീരിയൽ അവിടെ ഇഷ്യൂ ചെയ്തു, അവിടെ ക്ലോസിംഗ് ബാലൻസ് എത്രയുണ്ട്, അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ വില ഉണ്ടാവില്ല. ഇനി ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, ബിൻ കാർഡ് പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റോർ കീപ്പർ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സ്റ്റോഴ്സ് ലെഡ്ജർ. ഈ സ്റ്റോഴ്സ് ലെഡ്ജർ ബിന്നിനോടൊപ്പം അറ്റാച്ച് ചെയ്തൊന്നും വെക്കുന്നില്ല. ഇത് കോസ്റ്റ് ഓഫീസിലാണ്, അല്ലെങ്കിൽ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് സൂക്ഷിക്കുന്നത്. ഇനി ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കോസ്റ്റ് ക്ലർക്കാണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ബിൻ കാർഡും സ്റ്റോഴ്സ് ലെഡ്ജറും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ബിൻ കാർഡിൽ ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ സ്റ്റോഴ്സ് ലെഡ്ജറിൽ ക്വാണ്ടിറ്റി ഉണ്ടാവും, അതിന്റെ പ്രൈസും ഉണ്ടാവും, അതിന്റെ വിലയുണ്ടാവും. ഓക്കെ, അപ്പൊ എത്ര മെറ്റീരിയൽ വന്നു, അതിന്റെ വില എത്ര, എത്ര മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തു, അതിന്റെ വില എത്ര, ബാലൻസ് എത്രയുണ്ടോ അതിന്റെ വില എത്ര. അപ്പം എന്തൊക്കെ ഉണ്ടാവും? ക്വാണ്ടിറ്റി ഉണ്ടാവും, അതിന്റെ പ്രൈസും ഉണ്ടാവും. ഓക്കെ, അപ്പൊ സ്റ്റോഴ്സ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന ആരാ? കോസ്റ്റ് ക്ലർക്കാണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സ്റ്റോഴ്സ് ലെഡ്ജർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ആരാണ്? കോസ്റ്റ് ക്ലർക്ക്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ റേഷ്യോ വിച്ച് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് the ability of an organization to service the long term debt. Option A debt equity ratio, option B net profit ratio, option C leverage ratio and option D coverage ratio. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്റെ ആൻസർ. നോക്കാം. which helps the ability of an organization to service long term debt. അല്ലേ? ലോങ് ടേം ഡെപ്റ്റ് ആണെങ്കിൽ അത് ഏത് റേഷ്യോ ആണ്? ലിവറേജ് റേഷ്യോ ആണ്. അല്ലെ? ലോങ് ടേം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Analysis of the changes in financial position of from one period to another period. Analysis of the changes in financial position from one period to another period. Option A balance sheet, option B P&L account, option C fund flow analysis and option D cash flow analysis. അപ്പോൾ നോക്കി, ഫിനാൻഷ്യൽ പൊസിഷന്റെ ചേഞ്ചസ് അറിയുന്നതിന് വേണ്ടി നമ്മൾ വരയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേര് ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്നാണ്, അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഫിനാൻഷ്യൽ പൊസിഷന്റെ ചേഞ്ചസ് അറിയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, നോക്കുക, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്.
പക്ഷെ ഫിനാൻഷ്യൽ പൊസിഷന്റെ ചേഞ്ചസ് അറിയുന്നതിന് വേണ്ടി നമ്മൾ വരയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബാലൻസ് ഷീറ്റ് എന്തിനാ? ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഇനി പി ആൻഡ് അക്കൗണ്ട് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസ്, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം അല്ലെ. നെറ്റ് പ്രോഫിറ്റ് അല്ലെ നെറ്റ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ട് ആണ് പി ആൻഡ് അക്കൗണ്ട്. ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്ത ഓപ്ഷൻ എന്താ? ക്യാഷ് ഫ്ലോ അനാലിസിസ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അതായത് ഒരു കമ്പനിയുടെ രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് ആ വ്യത്യാസം വന്നത്? ഓക്കെ, അതറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇതിൻ്റെ അകത്ത് ക്യാഷ് ഇൻഫ്ലോയും ഉണ്ടാവും, ക്യാഷ് ഔട്ട്ഫ്ലോയും ഉണ്ടാവും. ക്യാഷ് ഇൻഫ്ലോ എന്ന് വെച്ചാൽ ക്യാഷ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്യാഷ് വന്നു, ഏതൊക്കെ രീതിയിൽ ക്യാഷ് പോയി, അതാണ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇപ്പം ഓപ്പണിംഗിൽ ഒരു 5 crore rupees ഉണ്ട്, ക്ലോസിംഗിൽ 7 crore rupees ആണ്. അപ്പോൾ 2 crore വ്യത്യാസം വന്നു. അത് ചിലപ്പം ക്യാഷ് കിട്ടിയതുണ്ടാവും, ക്യാഷ് പോയതുണ്ടാവും. അപ്പൊ ഇത് ഒന്നാക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതിനെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഇതിന്റെ വ്യത്യാസം വന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. The condition of no profit and no loss is known as. No profit, no loss is known as. Option A, midpoint. Option B, break-even point. Option C, fixed point. And option D, starting point. Okay, the condition of no profit, no loss. ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാത്ത ആ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് എന്ത്? ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെങ്കിൽ BEP എന്ന് പറയും. ഓക്കെ, ഇനി ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ആണ്. എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. PV റേഷ്യോ എന്ന് വെച്ചാൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോ. അപ്പൊ ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? PV റേഷ്യോ കണ്ടുപിടിക്കണം. PV റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. എന്താണ്? C/S ഇൻറ്റു 100 എന്ന് പറയും. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോ PV റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ അപ്പൊ ഇനി നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം അല്ലേ. കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് രണ്ട് ഫോർമുലയുണ്ട്. ഒന്ന് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, രണ്ടാമത്തത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ കോൺട്രിബ്യൂഷൻ കാണുക, PV റേഷ്യോ കാണുക, അതിനുശേഷം വേണം ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാൻ. ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അപ്പം ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാത്ത ആ ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The difference between actual sales and sales at the break-even point is called. The difference between actual sales and sales at the break-even point. Option A, margin of loss. Option B, margin of contribution. Option C, margin of safety. And option D, sales margin. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ നോക്കി? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സെയിൽസ് ആൻഡ് സെയിൽസ് അറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അതായത് ആക്ച്വൽ സെയിൽസും ബ്രേക്ക് ഈവൻ സെയിൽസും തമ്മിലുള്ള വ്യത്യാസം, അതിനെ പറയുന്ന പേര് മാർജിൻ ഓഫ് സേഫ്റ്റി അല്ലെങ്കിൽ MS എന്ന് പറയും. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ഓക്കെ, അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സെയിൽസ് ആൻഡ് ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കണം. ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് ഈവൻ പോയിന്റിലെ സെയിൽസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ബ്രേക്ക് ഈവൻ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കണം? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. അപ്പോ അതിന്റെ ഓർഡർ ഒന്ന് ഓർത്തിരിക്കണം. ആദ്യം കോൺട്രിബ്യൂഷൻ കാണുക, പിന്നീട് PV റേഷ്യോ കാണുക, പിന്നീട് ബ്രേക്ക് ഈവൻ പോയിന്റ് കാണുക, പിന്നെ വേണം നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി കാണാൻ. അപ്പൊ മാർജിൻ ഓഫ് സേഫ്റ്റി കാണുന്നത് ആക്ച്വൽ സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽസ് മൈനസ് ചെയ്യുക. ബ്രേക്ക് ഈവൻ പോയിന്റിലെ സെയിൽസ് ആണ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ആക്ച്വൽ സെയിൽസ് യഥാർത്ഥത്തിൽ അവിടെ ഉള്ള സെയിൽസ്, അത് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സെയിൽസ് ആൻഡ് ബ്രേക്ക് ഈവൻ പോയിന്റ്, അതിനെ പറയുന്ന പേരാണെന്ത്? മാർജിൻ ഓഫ് സേഫ്റ്റി. ഓക്കെ, ഇനി
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, analysis of deviation from actual and standard cost is called. Analysis of deviation from actual and standard cost is called. Option A, variance analysis. Option B, cost analysis. Option C, budget analysis. And option D, inventory analysis. അപ്പോൾ നോക്കിയേ, analysis of deviation from actual and standard cost is called. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളതാണിത്. അതായത് ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിലുള്ള വ്യത്യാസത്തെ പറയുന്ന പേരാണ് എന്ത്? വേരിയൻസ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് സ്റ്റാൻഡേർഡ്. ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിലുള്ള വ്യത്യാസത്തെ എന്ത് പറയും? വേരിയൻസ് എന്ന് പറയും. ആ വേരിയൻസ് അനലൈസ് ചെയ്യുന്നതിനെ പറയുന്ന പേര് വേരിയൻസ് അനാലിസിസ്. അപ്പോൾ ദ അനാലിസിസ് ഓഫ് ഡീവിയേഷൻ ഫ്രം ആക്ച്വൽ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അതിനെ പറയുന്ന പേരാണ് എന്ത്? വേരിയൻസ് അനാലിസിസ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ അക്കൗണ്ടിംഗ് സിസ്റ്റം അഡോപ്റ്റഡ് ഫോർ converting the past financial expenditure and receipts according to current price level. Okay, converting the past financial expenditure and receipts according to current price level. Option A, management accounting. Option B, inflation accounting. Option C, revaluation accounting. And option D, financial accounting. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞതാണ് നിങ്ങളോട്. നോക്ക, കൺവേർട്ടിംഗ് ദ പാസ്റ്റ് ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റിസീവ്സ് അക്കോർഡിംഗ് ടു എന്താണ്? കറണ്ട് പ്രൈസ് ലെവൽ, അല്ലെ? അപ്പൊ അക്കൗണ്ടിംഗ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസ്, അതിനെന്താ പറയണേ? എന്താണ് ആൻസർ? ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് ഈസ് ദി ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 2023 CSEB ചോദിച്ച ഒരു എക്സാമിനേഷനിൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. CSEB എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്.